പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ സൈഡിലിരിക്കുന്ന ഈ ചെറിയ പമ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇതേപോലെ ഒരു പമ്പ് ആരും തന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് പലരും ചെയ്യുന്നുണ്ടാവും. എങ്കിലും ഇത് നോർമലായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്ന ഒരു ഷേപ്പോ അതിൻ്റെ ഒരു ഡിസൈനോ ഉള്ള പമ്പല്ല ഇത്. അതിന് കാരണം ഇത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്ത ഒരു പമ്പാണ്. സോളാറിൽ വർക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കും, വിജയിക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും പമ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 370 വാട്ട്സിൻ്റെ ഒരു DC മോട്ടറും ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പിൻ്റെ ഹെഡും അത് പരസ്പരം ഒരു ഷാഫ്റ്റ് വെച്ച് ജോയിൻ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് പല ദിവസങ്ങളായിട്ടാണ് ഇതിൻ്റെ വർക്ക് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് ഈ ഷേപ്പിലായത് എന്നുള്ളത് ആദ്യം നമുക്ക് കാണാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിൽ കൊണ്ടുപോയി പരീക്ഷിക്കാം. കഴിയുമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു കിണറിലും നമുക്ക് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പാനൽ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ സുഹൃത്തായിട്ടുള്ള ഷായിച്ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ പാനൽ എടുക്കാൻ പോകുന്നത്. അദ്ദേഹമാണ് നമുക്ക് പാനൽ 2 ദിവസത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അത് കളക്ട് ചെയ്യാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പേര് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പാനലിനായിട്ട് അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളതൊരു ഈ മോട്ടറിൻ്റെ കാര്യത്തിനായിട്ട് ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ പോയി, നമ്മളത് വെൽഡ് ചെയ്യാനായിട്ടൊരു വെൽഡിങ് വർക്ക്ഷോപ്പിൽ പോയി. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ടോണി വ്ളോഗ്സിൻ്റെ ടോണിയാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ് എന്തൊരു കാര്യത്തിൻ്റെ വിജയിച്ചാലും ശരിയായില്ലെങ്കിൽ എനിക്കറിയില്ല. അത് മോട്ടർ കണക്ട് ചെയ്താലാണ് അത് വെള്ളം പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊരു ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയാണ് ഒരു കാര്യം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ അങ്കമാലി പോകുന്ന റൂട്ട് കാഞ്ഞിരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബ്ലൂടോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ ഷായിച്ചേട്ടനാണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പാനൽ ബോർഡ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ചെറിയ ഷോപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളെ കൂടെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് പാനൽ തരാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയാണ് അവർ പറഞ്ഞത്. അത് ഇത്തിരി വലിയ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് വലിയ മനസ്സുള്ള ആൾക്കാരും, ചെറിയ കടയാണെങ്കിലും വലിയ മനസ്സുള്ള ആൾക്കാരാണ് എപ്പോഴും നമുക്ക് എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് എല്ലാവർക്കും വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഷായിച്ചേട്ടനെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷായിച്ചേട്ടൻ വർക്കിലായിരുന്നു, സൈറ്റിലായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ തിരിച്ച് കടയിലേക്ക് വന്നാണ്. ആകെ മുഷിഞ്ഞ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അതിലൊന്നും കാര്യമില്ല. പറയാമോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഷോപ്പിലുള്ള, എന്തൊക്കെ സർവീസിംഗ് ആണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നൊക്കെ? നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് സോളാർ പാനൽസ്, സോളാർ വാട്ടർ ഹീറ്റർ, അങ്ങനെയുള്ള വർക്കുകളാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ ബാറ്ററിയുടെയോ പാനലിൻ്റെയോ അല്ലെങ്കിൽ സോളാറിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ കടയാണെങ്കിലും വലിയ മനസ്സുള്ള ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. നമുക്കൊരാവശ്യത്തിന് നമ്മളൊരാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ തള്ളിക്കളയാത്ത ആൾക്കാർ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാനൽ എടുക്കാം. ബാക്കിയുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് എന്നിട്ട് നടത്താം. അപ്പോൾ നമ്മുടെ പാനൽ റെഡിയാണ്, നമ്മുടെ മോട്ടർ റെഡിയാണ്. ആദ്യം നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു
എന്താ പറയുക, ഡയറക്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് ലോഡൊന്നും കൊടുക്കാതെ ഇത് സോളാറിൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ കണക്ഷൻ കൊടുത്ത് നമുക്കത് വർക്ക് ചെയ്യിക്കാം. ആദ്യം നമ്മുടെ പമ്പിൽ വെള്ളം ഫില്ല് ചെയ്യണം. പമ്പ് ഒരിക്കലും ഡ്രൈ ആയിട്ട് ഓടരുത്. അതാ സോളാറിൻ്റെ കണക്ഷൻ ഫീമെയിൽ മെയിൽ അഡാപ്റ്റർ കണക്ട് ചെയ്തു. ഈ കണക്ടർ നമ്മളിതാ ഇതൊരു പ്ലഗിലേക്കാണ് കൊടുത്തേക്കുന്നത്, ഒരു ഫീമെയിൽ അഡാപ്റ്ററിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് പ്ലഗ് ചെയ്യുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യണം. അതിൻ്റെ റൊട്ടേഷൻ നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ഒരു 370 വാട്ട്സിൻ്റെ മോട്ടറും പാനലാണെങ്കിൽ 380 വാട്ട്സിൻ്റെ ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടെങ്കിൽ അറിയാം, ഞാൻ അതിൻ്റെ വെള്ളം അകത്ത് വെച്ചിട്ട് ആ സീല് കട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ പ്രഷർ കാരണം ആ സീല് ലീക്കായിട്ട് ആ പ്രഷറിൽ വെള്ളം തള്ളുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ ആദ്യം പമ്പിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം. അപ്പോൾ ഒരു 100% ഇത് വർക്ക് ചെയ്യും എന്നുള്ളൊരു 100% കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. പ്ലംബിങ്ങിലും കണക്ഷൻ കൊടുക്കുന്നതിൽ ഞാൻ ഒരു എക്സ്പെർട്ട് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളതിൽ ടെഫ്ലോൺ ടേപ്പ് ചുറ്റി എല്ലാവർക്കും തേച്ചു. എൻ്റെ അല്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മളടുത്ത് നമ്മുടെ പ്രഷർ ഗേജുള്ള ഒരു മീറ്ററാണ്. പ്രഷർ ഗേജ് കുറേ നാളെ വർക്ക് ചെയ്തിട്ട് വർക്കിംഗ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്കിത് ഇതിൻ്റെ ഡെലിവറി സൈഡിൽ പിടിപ്പിച്ച് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് ടെസ്റ്റിംഗ് ടാങ്കിൽ തന്നെ തിരിച്ച് അടിച്ച് അതിൽ പ്രഷറും കാര്യങ്ങളൊക്കെ എത്ര കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്കൊരു കിണറിൽ വെച്ചിട്ട് അതും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ പമ്പിൽ ആദ്യം വെള്ളം നിറച്ചതിൽ കുറച്ച് കുറവുണ്ടായത് ഞാൻ വീണ്ടും നിറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ടെമ്പററി ആയതുകൊണ്ട് ഞാൻ ഷെല്ലാക്ക കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ലോഡായിട്ടില്ല. എയർ കുറച്ച് നേരം പോകാനുണ്ട്. എയർ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡിസ്ചാർജ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വരുന്നുണ്ടോ? ഓക്കെ, നമുക്കതിൽ പ്രഷർ ഗേജിൽ എത്ര റീഡിങ് വരെ കാണിക്കുമെന്ന് നോക്കാം. കാരണം അത് എത്ര ഹെഡ് കിട്ടും എന്നതിനെ കുറിച്ചുള്ളൊരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും. ഇത് പയ്യെ ക്ലോസ് ചെയ്ത് നോക്കാം. ഒരു 20 മീറ്ററിന് അടുത്ത് അല്ലേ, 15 വരെ 1.5 ബാർ വരെയാണ് പ്രഷർ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 15 മീറ്റർ വരെ, അപ്രോക്സിമേറ്റ് 15 മീറ്റർ വരെ എങ്കിലും അതിന് ഡിസ്ചാർജ് കാണിക്കണം. കൂടാതെ നമുക്കിത് ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്ന ഡിസ്ചാർജ് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം. എത്ര ലിറ്റർ വെള്ളം കിട്ടുന്നുണ്ടെന്ന് ഒരു ടൈമർ വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും മിനിമം ഹെഡിൽ, ഇപ്പോൾ ഹെഡൊന്നും കൊടുത്തിട്ടില്ല, ഇതിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഏകദേശം ഒരു 40 ലിറ്റർ അല്ലേ, 40 ലിറ്റർ പെർ മിനിറ്റാണ് ഡിസ്ചാർജ് കിട്ടുന്നത്. അതായത് 2400 ലിറ്ററിനടുത്ത് ഡിസ്ചാർജ് ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മൾ ലോഡ്, അതായത് ഒട്ടും ഹെഡ് കൊടുക്കാത്ത ഒരു ഇതിലാണ്. ഇനി നമുക്ക് ഹെഡ് കൊടുത്തിട്ട് ഒരു കിണറിൽ നിന്ന് സെക്ഷൻ എടുത്ത് നമുക്കിതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം, വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഞങ്ങൾ പാനൽ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ സെറ്റ് ചെയ്തു. വയർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മോട്ടറോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 മീറ്റർ ആഴം വരുന്ന കിണറിലാണ് ഇപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 7 മീറ്ററോളം ആഴമുള്ളൊരു കിണറിൽ നിന്നാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടറോടെ വെച്ചു. ഇതേപോലെ തന്നെ നമ്മൾ പമ്പിൽ വെള്ളം ഫില്ല് ചെയ്തു. ഇനി നമുക്കൊന്ന് അടിച്ചു നോക്കാം. വെള്ളം ഇപ്പോഴും കുറച്ചുകൂടെ ലോഡാവാനുണ്ട്. എയർ പോയി മൊത്തം വെള്ളം ലോഡായാലാണ്. ഇല്ല, നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം, പമ്പിൽ ഒഴിച്ച വെള്ളമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. 7 മീറ്റർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 1 മീറ്ററോളം ഹൈറ്റ് ഡിഫറൻസും ഉണ്ട്. സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ പൊതുവേ വെള്ളം കുറവുള്ള മോഡലുകളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെച്ചം, നമുക്ക് എവിടെയെങ്കിലും സൈറ്റിലോ പറമ്പിലോ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫുഡ് വാൽവിൽ വെള്ളം നിറയ്ക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഫുഡ് വാൽവിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഈസിലി പോർട്ടബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ഏകദേശം ഒരു 900-950 ലിറ്റർ വെള്ളമാണ് ഒരു മണിക്കൂറിൽ കിട്ടുന്നത്. സെൽഫ് പ്രൈമിംഗ് പമ്പുകൾക്ക് അത്രയും ഡിസ്ചാർജേ ഉള്ളൂ. ഈ പറഞ്ഞ കമ്പാരിറ്റീവ്ലി നമ്മുടെ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് കുറഞ്ഞ മോഡലുകളാണ്.
ഇത് നമുക്ക് ഈസിലി പോർട്ടബിൾ എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സോളാർ പാനലും നമുക്ക് ഈ മോട്ടറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറണ്ട് ഇല്ലാത്ത പറമ്പിലോ മറ്റു കാര്യങ്ങൾക്കോ അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. ഒരു ചെറിയ പമ്പ് വെച്ച് അത്രയും സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു 100% സക്സസ് ആണെന്ന് തന്നെ പറയാം. ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിൻ്റെ പമ്പിലെ ഡിസൈനൊക്കെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ മോട്ടറിൻ്റെ കപ്പാസിറ്റിയും കൂട്ടിയാൽ ഇതിലും കൂടുതൽ ഡിസ്ചാർജുള്ള പമ്പും കാര്യങ്ങളും നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പെരിമെൻറ്റ്സും പ്രൊജക്ട്സിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.